ഇന്ന് എൻ്റെ ഒരു ചേട്ടൻ്റെ കല്യാണമാണ്. കൊല്ലത്ത് വെച്ചാണ് കല്യാണം. അപ്പോൾ നമ്മൾ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടിൽ നിന്ന് ബസ്സുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴക്കൂട്ടം വരെ കാറിലാണ് പോയത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ബസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നേ ഉള്ളായിരുന്നുള്ളൂ. എനിക്ക് ബസ് ഇരിക്കുമ്പോൾ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്യാൻ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോയത്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടിന് എനിക്ക് എൻ്റെ ചേച്ചിയും കൂടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. നമ്മളവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ സ്വീകരണമൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ആയിരുന്നു. അത് ഓരോ ഫ്ലേവറിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ ചെറുക്കനെ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ നേരെ പോയി തന്നെ ഫ്രണ്ട് സീറ്റ് ആ സ്ഥലം നമ്മൾ എടുത്ത് ഗൈസ്. അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും കിട്ടത്തോടിയില്ല. ഫുള്ള് ക്യാമറമാർ നിറഞ്ഞു നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്റ്റേജിലേക്ക് അവർ വിളിച്ചു. പിന്നെ അവിടെ പോയി നിൽക്കേണ്ടി വന്നു. ബ്രൈഡൽ എൻട്രിയൊക്കെ നല്ല സെറ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണ പെണ്ണിനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സദ്യ കഴിക്കാനാണ് കയറിയത്. നല്ല സദ്യ ആയിരുന്നു കേസ്. വേറെ ഫുള്ളായി എങ്ങനെയും ഉറങ്ങിയാൽ മതി എന്നായിരുന്നു മനസ്സിൽ. പിന്നെ നമ്മൾ കയറി ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അമ്മമ്മ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പെണ്ണിനെയൊക്കെ വീട്ടിൽ കയറ്റുന്ന സമയത്തെ അമ്മമ്മ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ കഴക്കൂട്ടത്ത് വീണ്ടും എത്തി. നാരങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് കാർ എടുക്കാനാണ് ഗൈസ്. കാറിൽ ഞാനും അമ്മയും അച്ഛനാണ് ഉണ്ടായിരുന്നത്. നമ്മളിരുന്ന് കല്യാണത്തിൻ്റെ കഥ പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി എന്ന് മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മുഖം കഴുകി ഒന്ന് ഉറങ്ങാൻ പോകണം. അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.